അത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ആദർശ് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫീസിലെത്തിയിട്ടും അനിയെക്കുറിച്ചും അനാമികയെക്കുറിച്ചും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അനിയും നന്ദുമായുള്ള ബന്ധം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, ഇല്ലെങ്കിൽ അനാമികയുമായിട്ടുള്ള ജീവിതത്തിൽ വിള്ളലേൽക്കും. അവർ ഡൈവോഴ്സിലേക്കായിരിക്കും പിന്നീട് പോവുക. അതുകൊണ്ട് തന്നെ അനിയെ കൊണ്ട് എങ്ങനെയെങ്കിലും അനാമികയോട് ഇഷ്ടം തോന്നിപ്പിക്കണം. ആദർശിന് നാനയോടുള്ള ദേഷ്യമാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതിനെ കൂടി വരുന്ന പോലെ തോന്നി. നാനയുടെ അടുത്തേക്ക് തന്നെ പോകുന്നില്ല. നാന ഓഫീസിൽ നിന്ന് ആദർശിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആദർശ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നാനയ്ക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. നാനയുടെ മനസ്സിൽ വല്ലാതെ അസ്വസ്ഥത. ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാൻ പോലും നാനയ്ക്ക് പറ്റുന്നില്ല കേട്ടോ. നാനയുടെ അടുത്തേക്ക് പവിത്ര വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മേഡം, എന്താ പ്രശ്നം? മേഡത്തിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ. ഒന്നുമില്ല എന്ന് പറഞ്ഞ് നാന അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നാനയുടെ ടേബിളിൽ ഡിസൈനൊക്കെ പകുതിയാക്കി വെച്ചത് കണ്ടിട്ട് പവിത്ര ചോദിക്കുന്നുണ്ട്, മാഡം ഇതൊന്നും കംപ്ലീറ്റ് ആക്കിയില്ലേ? ഇന്ന് കൊടുക്കേണ്ട വർക്കാണ് കേട്ടോ. എനിക്ക് വല്ലാതെ തലവേദനയാണ് പവിത്ര, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നാന അവിടുന്ന് പോകുന്നുണ്ട്. ഉടനെ തന്നെ പവിത്ര എന്ത് ചെയ്യുന്നുണ്ട്, ആദർശിൻ്റെ അടുത്ത് പോയിട്ട് ഈ വിവരം പറയുന്നുണ്ട്. മാഡം ഡിസൈനൊന്നും വരച്ച് തീർത്തില്ല സാർ, ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട വർക്കാ. മാഡത്തിന് എന്തോ തലവേദനയാണെന്നാ പറഞ്ഞ്. ഞാനൊക്കെ സുഖമില്ലെങ്കിൽ ആ വർക്കൊക്കെ നീ കംപ്ലീറ്റ് ചെയ്യണം, അതല്ലേ നിന്റെ ഡ്യൂട്ടി എന്നും പറഞ്ഞ് ആദർശ് ക്യാബിന് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പവിത്ര എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവം നാനയോട് പോയി പറയുന്നുണ്ട്. നാന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ പവിത്ര, നിന്നോട് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ പോയി പറഞ്ഞ്? മാഡത്തിന് സുഖമില്ലെങ്കിൽ ഞാൻ വരക്കാം, പക്ഷെ മാഡം എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഡിസൈനൊക്കെ പറഞ്ഞു തന്നാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞ് നാന പവിത്രയെ ഡിസൈൻ വരയ്ക്കാൻ സഹായിക്കുകയാണ് കേട്ടോ. അങ്ങനെ പവിത്ര എന്ത് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് ആദർശിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഡിസൈനൊക്കെ നോക്കിയതിന് ശേഷം ആദർശ് പവിത്രയോട് പറയുന്നുണ്ട്, നീ വീണ്ടും നാനയുടെ സഹായം തേടിയല്ലേ, ഇതൊക്കെ നാനയുടെ ഡിസൈനല്ലേ, അവൾ പറഞ്ഞു തന്നിട്ട് നീ വരച്ചതല്ലേ, നാനയുടെ ഡിസൈൻ വേണ്ട എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഒരു ഡിസൈന് വരക്കാൻ പോലും നീ ശരിക്ക് പഠിച്ചില്ലല്ലേ പവിത്രേ, എത്രയും പെട്ടെന്ന് നല്ലൊരു ഡിസൈനർ ആയിക്കോ, നീ ഇവിടുത്തെ ഡിസൈനർ നീ തന്നെയായിരിക്കും മിക്കവാറും എന്ന് ആദർശ് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആദർശ് നേരെ വീട്ടിലേക്ക് പോകുന്നതാ. എന്നിട്ട് എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഞാനാണല്ലോ മൂർത്തീസ് ജ്വല്ലറിൻ്റെ MD, ഞാനൊരു സുപ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട്, ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് ആദർശ്. ഇത്രയും കാലം ഈ വീടിൻ്റെ താക്കോൽ ഇവിടുത്തെ മൂത്ത മരുമകളായ എൻ്റെ അമ്മയുടെ കയ്യിലായിരുന്നു. ഇനി ഞാൻ ഈ വീടിൻ്റെ താക്കോൽ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ വീട്ടിലെ ഇളയ മരുമകളായ അനാമികയായിരിക്കും. ഇത് കേട്ടതോടെ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ ആദർശേ, ഈ വീട്ടിലെ കീഴ്വഴക്കം അനുസരിച്ച് ഇനി താക്കോൽ മാറേണ്ടത് നമ്മുടെ നാനമോളുടെ കയ്യിലാണ്. അനാമിക ഇവിടുത്തെ ഇളയ മരുമകളാണ്, പിന്നെ വളരെ ചെറിയ കുട്ടിയാണ്, അവൾക്ക് അതിനുള്ള കാര്യപ്രാപ്തിയൊന്നുമില്ല, ഒരു വീട് കൈകാര്യം ചെയ്യേണ്ട കഴിവും ആ കുട്ടിക്കില്ല. മോൻ പറഞ്ഞ എല്ലാ തീരുമാനത്തോടും ഞാൻ യോജിക്കാറുണ്ട്, പക്ഷേ ഈ തീരുമാനത്തോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞ അതുപോലെ തന്നെ ആദർശനോട് പറയുന്നുണ്ട്. തുടർന്ന് ദേവ്യാനിയും പറയുന്നുണ്ട്, മോനെ ഈ വീട്ടിലെ മൂത്ത മരുമകൾക്കാണ് താക്കോല് കൈമാറുന്ന പാരമ്പര്യം നമുക്കുള്ളത്, അത് തന്നെ നടപ്പിലാക്കണം. അപ്പോൾ ആദർശ് ഇത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.